ER രാഗേഷ് ഉണ്ട് ഇന്ന് പത്രവിശേഷങ്ങൾ പറഞ്ഞു തരാൻ. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഉത്രാടപ്പാച്ചിലാണോ പത്രത്തിലും? ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുണ്ട്, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ, വി ഡി സതീശൻ സർക്കാർ ഇന്ന് 100 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ മാതൃഭൂമിയുടെ ഇന്നത്തെ ഏറ്റവും ലീഡ് വാർത്ത മന്ത്രിമാർ തർക്കത്തിൽ എന്നുള്ളതാണ്. പ്രൊഫഷണൽ കോഴ്സ് മേൽനോട്ട നിയമനം സംബന്ധിച്ചാണ് സമിതിയെ ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ നിയമിച്ചത് കടുത്ത പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രിക്ക് ആണ് മാതൃഭൂമി ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത്. കാരണം സമിതി നിയമനം റദ്ദാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനോട് മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്. സർക്കാർ 100 ദിനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന് കോട്ടം തട്ടും വിധം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യം എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ ഏതായാലും പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും സർക്കാർ 100 ദിനം പിന്നിടുന്ന ദിവസം കൂടിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വാർത്ത വരുമ്പോൾ. ഒപ്പം തന്നെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് കേരളത്തിൽ എത്തിക്കാനുള്ളത് 20 ലഹരി കുറ്റവാളികളെ എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ലഹരി കേസുകളിൽ ഉൾപ്പെടെ വിദേശത്ത് കഴിയുന്ന 20ഓളം പേരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് വാർത്തയിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 100ലധികം പേരെ അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ഇന്ത്യയിൽ എത്തിക്കാൻ ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ അന്വേഷണ ഏജൻസികളുമായി ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് എന്നാണ് ആ വാർത്തയിൽ ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. ഇന്നലെ CJPയുടെ യോഗമൊക്കെ തന്നെ ചേർന്നിരുന്നു. അപ്പോൾ സർക്കാർ വാക്കുപാലിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും സമരമുഖത്തേക്ക് എന്ന CJPയുടെ പ്രഖ്യാപനം വലിയ വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിന് സമീപത്ത് പ്രതിഷേധം നടക്കും, സെപ്റ്റംബർ 5-ന് എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. സമാധാനപരമായി പ്രതിഷേധിക്കുമെന്ന് നേതാക്കളുടെ പ്രതികരണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ദീപ്കയുടെ കത്ത് ഒരു ബോക്സ് വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഡൽഹി സമരത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത മാസം ആദ്യം ഏതായാലും സമരം എന്നാണ് ഇപ്പോൾ CJP പറയുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക്, മാതൃഭൂമിയിലെ തന്നെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ 6 പോലീസുകാർക്ക് സ്ഥലം മാറ്റം എന്ന വാർത്ത വലിയ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷം നടത്തിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയത്, ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയത് എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുകയാണ്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ ഇന്നലെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള 3 നവജാത ശിശുക്കൾ മരിച്ചിരുന്നു. ആശുപത്രിയിൽ തീപിടുത്തത്തിൽ ദുഃഖകരമായ വാർത്തയാണ് നൽകിയിട്ടുണ്ട്. 1-ാം പേജിൽ ഒരു ഉമ്മ വയ്ക്കാൻ പോലും എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അഗ്നിബാധ അമരാവതി ജില്ലയിലെ വനിതാ ആശുപത്രിയിലെ നിയോനേറ്റൽ ICUവിൽ എന്ന കാര്യം പറയുന്നു. ദുരന്തം വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് അധികൃതരുടെ അനാസ്ഥ എന്ന പരാതി ഉയരുന്നുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, അന്താരാഷ്ട്ര തലത്തിൽ US ഇത്തരത്തിൽ ഇറാന്റെ വ്യാപാര പങ്കാളികൾക്കെതിരെ കൂടി ഇപ്പോൾ ഉപരോധ ഭീഷണി ഉയർത്തുകയാണെന്ന കാര്യമാണ് മനോരമ 1-ാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ വരുമാന സ്രോതസ്സുകളും തടയുക എന്ന ലക്ഷ്യത്തോടെ ഇറാന്റെ വ്യാപാര പങ്കാളികൾക്കെതിരെയും ഉപരോധ ഭീഷണി ഉയർത്തി US ഭരണകൂടത്തിന്റെ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനം ഭീഷണി ഇറാൻ തള്ളി എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹോർമുസിൽ ചട്ടം ലംഘിച്ച കപ്പലുകളുടെ പട്ടിക പുറത്തുവിട്ട് ഇറാൻ എന്ന കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. സമാധാന ശ്രമവുമായി പാക് സേനാ മേധാവി ടെഹ്റാനിൽ എന്ന കാര്യം കൂടി ആ വാർത്തയിൽ ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ. ഒപ്പം തന്നെ ഒരു ചിത്രം സഹിതമാണ് 1-ാം പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം മലയാളിക്ക് എന്ന കാര്യം കൂടി പറയുന്നു. സ്വപ്ന നേട്ടം എന്നാണ് അതിന് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയ ശേഷം കെസിയാലിസ് മെജോ എന്നാണ് അതിന് അടിക്കുറിപ്പായി നൽകിയിട്ടുള്ളത്. അഴകായി കെസിയ എന്ന രീതിയിൽ എന്ന തലക്കെട്ടോടുകൂടി വാർത്തയും 1-ാം പേജിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മലയാള മനോരമ. ഒപ്പം തന്നെ മറ്റു വാർത്തകളിലേക്ക്, മലയാള മനോരമയിൽ തന്നെ മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ LDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളുള്ള വാർത്ത ഇന്നും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഉപനേതൃ പദവി തർക്കം പ്രതിഷേധം ബേബിയെ നേരിട്ടറിയിച്ച് ബിനോയ് എന്നാണ് തലക്കെട്ട്. പിണറായിയുടെ നടപടി അപ്രതീക്ഷിതവും മുന്നണി മര്യാദയുടെ ലംഘനവും എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കുന്നില്ല തീർത്തു പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനയോടുള്ള പ്രതിഷേധം CPM കേന്ദ്ര നേതൃത്വത്തെ CPI സംസ്ഥാന നേതൃത്വം നേരിട്ടറിയിച്ചു എന്നാണ് ഇപ്പോൾ
ഇപ്പോൾ ഏതായാലും ആ വാർത്തയിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കായിക പേജിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ ഉള്ളൊരു ചിത്രമാണ് ജുറേലിന്റെ ചിത്രം. സെഞ്ചുറി നേടിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിജയാഘോഷം. അതിൽ ഒരു ടാറ്റു കാണാം, ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് അതിനകത്ത് കാണുന്നത്. അത് എന്താണ് അത് ആ ടാറ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ജുറേൽ തന്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികനായ അച്ഛനോടും കർഷകനായ മുത്തച്ഛനോടുമുള്ള ആദര സൂചകം എന്ന കാര്യം കൂടി മനോരമ ഏതായാലും നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവിടെ പാലക്കാട് ഡിവിഷൻ വീണ്ടും വെട്ടിമുറിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയെ തന്നെയാണ് ഇന്നും ലീഡ് ആയി നൽകിയിട്ടുള്ളത്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കൽ ടെർമിനലും പിറ്റ് ലൈനും ഇല്ലാതാകും എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് മംഗളൂരു ഭാഗം വെട്ടിമാറ്റുന്നതോടെ ടെർമിനലും പൂർണ്ണ സജ്ജമായ പിറ്റ് ലൈനും, അതായത് ട്രെയിൻ അറ്റകുറ്റപ്പണിക്കും ശുചീകരണത്തിനുള്ള കേന്ദ്രം ഇല്ലാതായ റെയിൽവേ ഡിവിഷനായി പാലക്കാട് മാറും. നിലവിൽ മംഗളൂരു സെൻട്രലിലാണ് പാലക്കാട് ഡിവിഷന്റെ ഏക ടെർമിനലും പിറ്റ് ലൈനും ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ വാർത്തയിൽ വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം തന്നെ പൊള്ളാച്ചിയെ മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ തമിഴ്നാട്ടിലും ശക്തമാണ്. അപ്പോൾ ആ ആവശ്യവും ആ സമ്മർദ്ദം കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ദേശാഭിമാനി. ഒപ്പം തന്നെ പൊളിറ്റിക്കലായ ഒരു വാർത്ത നൽകിയിട്ടുള്ളത് ജനദ്രോഹത്തിന്റെ 100 ദിനം എന്നാണ് ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട്. RSSന് പാദസേവ. ഒപ്പം തന്നെ LDF സർക്കാർ 10 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനം തകർത്താണ് UDF സർക്കാരിന്റെ സംഭാവന എന്ന് വിമർശനം കൂടി, രാഷ്ട്രീയ വിമർശനം കൂടി അതിനകത്ത് ഉന്നയിക്കുകയാണെങ്കിൽ വീക്ഷണത്തിലേക്ക് വരുമ്പോൾ പുതുയുഗത്തിന്റെ 100 ദിനങ്ങൾ എന്ന തലക്കെട്ടോട് കൂടി തന്നെയാണ് ഏറ്റവും ലീഡ് വാർത്തയായി തന്നെ വീക്ഷണം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ 100 ദിനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ 100 മാർക്കോടെ VD സതീശൻ സർക്കാർ എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ VD സതീശൻ ലേഖനം കാഴ്ചപ്പാട് പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പത്രങ്ങൾ. ഒപ്പം തന്നെ സഹാനുഭൂതി സദ്ഭരണം ലക്ഷ്യം പുതുയുഗം എന്ന തലക്കെട്ടോടുകൂടി എല്ലാ പത്രങ്ങളും ഏതാണ്ട് പത്രങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ലേഖനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നൽകിയിട്ടുള്ളത്. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ നമുക്ക് 100 ദിന വാർത്തകൾ ഏതായാലും ഒന്നാം പേജിൽ കാണാൻ കഴിയില്ല. മറിച്ച് അവിടെ ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത് ദയാവധത്തിന് അനുമതി എന്നാണ്. സംസ്ഥാനത്തെ അക്രമകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തദ്ദേശ ഭരണവകുപ്പ് പുറത്തിറക്കി എന്ന കാര്യമാണ് അതിനകത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത് ജില്ലാ ചർച്ചകൾ തന്നെയാണ്. ജില്ല തിരിച്ച് ചർച്ച എന്നാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മൂവാറ്റുപുഴയ്ക്ക് പിന്നാലെ തിരൂർ, ഷൊർണൂർ, നെയ്യാറ്റിൻകര, വടകര ജില്ലാ രൂപീകരണ ആവശ്യം കൂടി ഇപ്പോൾ ശക്തമാവുകയാണ് എന്ന കാര്യമാണ് ഏതായാലും മാധ്യമം പറഞ്ഞു വെക്കുന്നത്. ദീപികയുടെ ഒന്നാം പേജിൽ തലക്കെട്ട് അപമാനം അഭിമാനം എന്ന കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ജന്തർ മന്ത്ര പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. സമാധാനപരമായി പ്രതിഷേധിച്ച ഒരാൾക്കെതിരെ വൈദ്യുതി ഷോക്ക് പ്രയോഗിച്ചു എന്ന തെളിവ് ആംനസ്റ്റി ഇന്റർനാഷണൽ നിരത്തി എന്ന കാര്യമാണ്. അത് അപമാനമാണ് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത്. ആ തെളിവുകൾ വന്നതോടുകൂടി അഭിമാനമായി കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുന്ദരി മലയാളി മങ്ക എന്നുള്ള വാർത്തയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മംഗളത്തിലേക്ക് വരുമ്പോൾ അവിടെ ലീഡ് വാർത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സ്റ്റേ നീട്ടി ഹൈക്കോടതി എന്നാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതായത് തൽക്കാലം വിജയ് രാജിവെച്ച മണ്ഡലത്തിലടക്കം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് അതിന്റെ ചുരുക്കം ആയി നൽകുകയും ചെയ്തിട്ടുള്ളത്. എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ എഡിറ്റോറിയൽ മാധ്യമമാണ് എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ നവദീപ് സൂരി അടക്കം തന്നെ തന്റെ വോട്ടിനെ കുറിച്ചൊക്കെ തന്നെ വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ. അംബാസഡറുടെ പൗരത്വവും സംശയത്തിലാകുമ്പോൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് എഡിറ്റോറിയൽ ഏതായാലും മാധ്യമം തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പത്രവാർത്ത പ്രസ് സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. വീണ്ടും സേതുവിലേക്ക്.